ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചിൻ ധനുഷ് ഓഫീസിൽ വെച്ച് എന്നെ അപമാനിച്ചത് എന്ത് നാണക്കേടായി പോയെന്നറിയോ? അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഓഫീസില് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കിട്ടും. അതിനൊരു പരിഹാരം ഞാനും ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്നെ അപമാനിക്കാൻ ഞാൻ അവരോട് എന്ത് തെറ്റ് ചെയ്തു വച്ച? ഓഫീസിലെ സ്റ്റാഫിന് മുന്നിൽ അവരെല്ലാരും കൂടി എന്നെ ഒരു വിലയില്ലാത്തവളാക്കി. ഇതിനൊരു പരിഹാരം അച്ഛൻ കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി അവരുടെ ഒന്നും മുന്നിൽ ഇനി എനിക്ക് തല ഉയർത്തി നിൽക്കാനാവില്ല. ഈ കുടുംബത്തിനകത്ത് അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാനും എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്താനും ഇനി ശ്രമിക്കേണ്ടത് നീയാ. എന്റെ മൂത്ത മകന്റെ ഭാര്യ നീ. ആ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം നിനക്ക് ഈ വീട്ടിലും കമ്പനിയിലും ഉണ്ട്. എന്റെ മകന് വേണ്ടിയും ഈ കുടുംബത്തിനു വേണ്ടിയും ഇത്രയും കഷ്ടപ്പെടുന്ന നിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ഈ അച്ഛന്റെ കടമയാണ്. ഞാനത് ചെയ്യും. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ അവരെ ആരെയും വഴക്ക് പറയാൻ പോണ്ട. നാളെ അവര് പറയും ഞാൻ അച്ഛനെ അവരുടെ ശത്രുവാക്കിയെന്ന്. പക്വതയായപ്പോ ഞാൻ എന്റെ ആൺമക്കളെ കമ്പനിയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അവസാന തീരുമാനം ഇപ്പോഴും എന്റേത് തന്നെയാണ്. നാളെ തന്നെ സച്ചിയും സന്ദീപും അടക്കമുള്ള ബോർഡ് അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് ഞാൻ വിളിച്ചു കൂട്ടും. ഒഫീഷ്യലായി തന്നെ എല്ലാവരോടും സംസാരിക്കും. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്താന്ന് അച്ഛൻ പറഞ്ഞില്ല. അത് ഞാൻ അവരോട് പറഞ്ഞോളാം. എന്തായാലും അത് നിനക്ക് അനുകൂലമായിരിക്കുമെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി. എന്തോ ഒരു ശബ്ദം കേട്ടത്? അറിയില്ല, പക്ഷേ ഇവിടെ ആരും ഉണ്ടായിരുന്ന പോലെ. ഇനി നമ്മൾ സംസാരിച്ചത് വല്ലൊരു ഒളിഞ്ഞെന്ന് കേട്ടതായിരിക്കോ? ആരെയും കാണുന്നില്ലല്ലോ. സാരമില്ല, മോള് പോയി കിടന്നുറങ്ങും. രാവിലെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ആരായിരിക്കും ഇവിടെ ഒളിഞ്ഞെന്ന് കേട്ടത്? ആരായാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നാളത്തെ ദിവസത്തോടുകൂടി നെല്ലിശ്ശേരിയുടെ ഒരു പാതി എൻ്റെ കയ്യിലൊതുങ്ങും. അതുപോലെ ബാക്കിയും എൻ്റെ കാൽച്ചോട്ടിലാകാൻ അധികം താമസമില്ല. അത് കഴിഞ്ഞു വേണം മണ്ടനായി ഈ തന്തയും മക്കളെയും ഇവിടെ നിന്ന് അഗതികളെ പോലെ ഇറക്കിവിടാൻ.